മായൻ ഇതിഹാസത്തിലെ ശുക്ര നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ പണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വളരെ പ്രകാശമുള്ള തീവ്രതയേറിയ മറ്റൊരു നക്ഷത്രം ഉദിച്ചു വരുന്നത് മായന്മാർ കണ്ടു. അവർ ആ നക്ഷത്രത്തെ ചക് ഏക്, അതായത് പ്രകാശത്തിന്റെ യോദ്ധാവ് എന്ന് പേരിട്ട് വിളിച്ചു. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആകാശത്തേക്ക് ഉയർന്നു വരികയും സൂര്യന് മുന്നോടിയായി, സൂര്യന്റെ വഴികാട്ടിയായി ഈ നക്ഷത്രം സഞ്ചരിക്കുന്നു എന്നാണ് മായന്മാർ വിശ്വസിക്കുന്നത്. വളരെ കാലം മുമ്പ് പാതാളത്തിൽ അകപ്പെട്ടു പോവുകയും മരണത്തിന്റെ ദേവതമാരെ തോൽപ്പിച്ച് തിരികെ വരികയും ചെയ്ത ഇരട്ട സഹോദരങ്ങളായ വീരന്മാരായ 2 പേരിൽ ഒരാളായ ഹുനാപു എന്ന പേരുള്ള യോദ്ധാവാണ് ഈ പ്രകാശത്തിന്റെ നക്ഷത്രമായി, ശുക്ര നക്ഷത്രമായി സ്വർഗത്തിലേക്ക് ഉയർന്ന് പ്രകാശിച്ചത് എന്നാണ് മായന്മാർ വിശ്വസിക്കുന്നത്. ഈ നക്ഷത്രം ഒരിക്കലും ഒരു സ്നേഹത്തിന്റെ അടയാളമായിട്ടല്ല മായന്മാർ കണ്ടിട്ടുള്ളത്. ഇത് ധീരതയുടെ, സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, പ്രതികാരത്തിന്റെ അടയാളമായിട്ടാണ് ഇവർ ഈ ശുക്ര നക്ഷത്രത്തെ കണക്കാക്കിയിട്ടുള്ളത്. ഈ നക്ഷത്രം ഉയർന്നു വരുമ്പോൾ തന്നെ മായന്മാർ കിഴക്കോട്ട് നോക്കി നിന്ന് അവരുടെ യോദ്ധാക്കളുടെ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യോദ്ധാക്കൾക്ക് വഴികാട്ടിയായി സഞ്ചരിക്കുവാൻ ഈ നക്ഷത്രത്തോട് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ നക്ഷത്രത്തിന്റെ പ്രകാശം കൂട്ടുന്നത് ധീരതയും ചോരയുമാണ് എന്ന് മായന്മാർ വിശ്വസിക്കുന്നത് കൊണ്ട് എല്ലാ മായന്മാരുടെ യുദ്ധങ്ങളും തുടങ്ങിയിരുന്നത് ഈ നക്ഷത്രം ഉദിച്ചുയർന്നതിന് തൊട്ട് അടുത്ത നിമിഷമായിരുന്നു. മായന്മാര് ദേവനെ പോലെ ആരാധിക്കുകയും ശക്തിയുടെയും ത്യാഗത്തിന്റെയും പ്രതികാരത്തിന്റെയും ധൈര്യത്തിന്റെയും അടയാളമായി വാഴ്ത്തുകയും ചെയ്ത ശുക്ര നക്ഷത്രത്തിന്റെ ഇതിഹാസം ഇതാണ്.